കേരളത്തിൽ അനാഥ കുട്ടികൾ പെരുകുന്നു. കാരണം ഇതാ. സംസ്ഥാനത്ത് അനാഥ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലടക്കം ഇങ്ങനെ വർഷം പ്രതി അനാഥ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കാണാറുള്ളതാണ്, ഈ ട്രാഫിക് ബ്ലോക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാഫിക് ജംഗ്ഷൻ അടുക്കുമ്പോൾ തന്നെ ഈ ഉത്തരേന്ത്യൻ നാടോടികൾ കുട്ടികളുമായി വന്ന് ഭിക്ഷ യാചിക്കുന്ന രീതി. അവരെന്തെങ്കിലും ഒരു പേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ ഒക്കെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഈ കുട്ടികളെയും ഈ അമ്മയെയും കാണുമ്പോൾ തന്നെ നമ്മുടെ പോലീസ് പിടിച്ചുകൊണ്ട് ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെയാണ് ഹാജരാക്കുന്നത്. അതല്ലാതെ തന്നെ തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന, തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലയിൽ നിന്നടക്കം വരുന്ന തൊഴിലാളികൾ, അവരും ഈ കുഞ്ഞുങ്ങളെയുമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളം ഭിക്ഷാടന നിരോധന മേഖലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ ഭിക്ഷാടനം ക്രിമിനൽ കുറ്റമാണ്, നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഭിക്ഷാടനം പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മയെയും ഈ കുഞ്ഞു കുട്ടിയെയും കാണുമ്പോൾ തന്നെ മിക്കവാറും പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയോ ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന എത്തിക്കുന്നു. അതായത് CWC എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഈ പിടികൂടുന്ന അമ്മയെയും ആ കുഞ്ഞിനെയും ഏൽപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ കുട്ടിയുടെ ചുമതല CWC ഏറ്റെടുക്കുന്നു. പിന്നീട് ഈ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഈ കുട്ടിയെ വളരുന്നതനുസരിച്ച് മാറ്റുന്നു. അങ്ങനെ ഇതൊരു വലിയ സൗകര്യമായി കണക്കാക്കിയിരിക്കുകയാണ് അന്യ സംസ്ഥാനക്കാർ. പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇത് കാലാകാലങ്ങളായി ഇത്തരത്തിൽ കുട്ടികളെ സൗജന്യമായി നമ്മുടെ സർക്കാരിൻ്റെ ചെലവിൽ വളർത്തിയെടുക്കുന്നത്. ഈ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവരെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതടക്കമുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും. അപ്പോൾ അങ്ങനെ ഇവരുടെ പഠനം ഫ്രീ ആണ്, ഇവർക്ക് ഭക്ഷണം ഫ്രീ ആണ്, ഇവർക്ക് താമസ സൗകര്യം ഫ്രീ ആണ്, എല്ലാം സർക്കാർ വകയാണ്. അങ്ങനെ ഈ കേട്ടറിഞ്ഞ് എത്തിയവരെല്ലാം തന്നെ ഈ പഴുത് ഉപയോഗിക്കുന്നു. അതായത് കുഞ്ഞുങ്ങളുമായി ഇവിടേക്ക് വന്നാൽ മതി, കേരളത്തിലേക്ക് വന്നാൽ മതി, ആ ഒരു പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന പ്രവർത്തകരോ ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കും. അവരതിൻ്റെ രജിസ്റ്ററൊക്കെ പേപ്പർ കടലാസുകളൊക്കെ നീക്കിയതിന് ശേഷം പിന്നീട് അതത് സർക്കാരിൻ്റെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെയാണ് പിന്നീട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. അപ്പോൾ അവിടെ എല്ലാം സൗജന്യമാണ്. സർക്കാരിൻ്റെ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം, ഇതെല്ലാം അവിടെ കൃത്യമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു പ്രവണത കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഈ വളർന്നു വരുന്ന ഈ കുട്ടികളെ ഇപ്പോൾ 16ഉം 17ഉം വയസ്സുള്ള പ്രായമായ കുട്ടികളുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ കുഞ്ഞുങ്ങളെ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് രഹസ്യമായി തുടരുന്ന ഒരു ഇടപാടാണ്. ഈ ഇടപാടുകാർ തന്നെ പലരെയും ബന്ധപ്പെട്ട് അവർക്ക് പരിചയമുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ സാമ്പത്തിക ശേഷിയില്ലാത്തവരെ കേരളത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അൺഒഫീഷ്യലി ഒരു ജില്ലയിൽ, അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കൊന്നുമല്ല എങ്കിൽ പോലും ഒരു ജില്ലയിൽ 10 മുതൽ 20 വരെ കുട്ടികൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇത്തരത്തിൽ വരുന്നപ്പെടുന്ന ഈ ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം അഭിനയിച്ചു കൊണ്ടുവരുന്ന മക്കളെ പോറ്റാൻ ശേഷിയില്ലാത്തുള്ള മന്യ സംസ്ഥാനക്കാർ, അതിൽ ബഹുഭൂരിപക്ഷം പേരും തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട് ഉൾപ്രദേശങ്ങളിൽ നിന്നാണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ നാടോടികളെ ചിലപ്പോൾ പിടിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട്, അവരെ ഓടി രക്ഷപ്പെടും. കാരണം അവർക്ക് ഇതിൻ്റെ കൃത്യം വിവരങ്ങൾ അറിയില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പഴുത്, നമ്മൾ നൽകുന്ന ഈ ഒരു സംരക്ഷണം, നമ്മുടെ സർക്കാർ നൽകുന്ന ഈ സംരക്ഷണം ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈ തമിഴ്നാട്ടുകാർക്കാണ്. അതുകൊണ്ടാണ് ഈ 10-17 പ്രായമുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നത്, അനാഥാലയങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഈ തരത്തിൽ ഈ ഉത്തരേന്ത്യക്കാർക്ക് ഈ തമിഴരെ പോലെ കാര്യമായി ഈ ഒരു നിയമത്തിൻ്റെ പഴുതിനെ കുറിച്ച് അറിയില്ല. അവർ സ്വാഭാവികമായും പിടിക്കപ്പെട്ടു വരുന്നവരാണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ യാതൊരു മാർഗവുമില്ല. നമുക്ക് അറിയാവുന്ന തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ചിലർ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് കുട്ടിയെ തളർത്തിയിട്ട് കൂടുതൽ സഹതാപം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നമുക്കതിൻ്റെ വാസ്തവം അറിയില്ല. ഒരുപക്ഷെ ശരിയാവാം, തെറ്റാകാം. പക്ഷേ ഉത്തരേന്ത്യൻ ലോബിക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഭിക്ഷാടക ലോബിക്ക് ഈ ഒരു സർക്കാരിൻ്റെ സംവിധാനത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല. അവരെ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അവരും ഇതിൻ്റെ സാധ്യത ആലോചിക്കുന്നത്. ഇനി ഇവിടെ രണ്ടാമതുള്ളൊരു നിയമപ്രശ്നം,
ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകണം, ഏതെങ്കിലും ഒരു ബന്ധുക്കൾ ഉണ്ടാകണം. അപ്പോൾ ഈ തമിഴ്നാട്ടുകാർ കാലാകാലങ്ങളായി ചെയ്യുന്നത്, ഞങ്ങൾ ഈ കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, അപ്പോൾ അങ്ങനെ അവരെ വിളിക്കുമ്പോൾ തന്നെ അവർ ഹാജരാകും. അവരൊരു നിശ്ചിത സമയത്തിന് ഹാജരാകും. ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കകം തന്നെ അവർ ഹാജരാകും. തമിഴ്നാട്ടിലെ അഡ്രസ്സിലായിരിക്കും ഈ കത്ത് പോവുക. അവിടെ നിന്ന് ഇവിടേക്കുള്ള ഒരു ആശയവിനിമയത്തിന് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അഥവാ ഇനി കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് അവർ നേരിട്ടിവിടെ ഹാജരാകും. വളരെ അടുത്താണ്, കേരളത്തിൽ ഒരു ദിവസം കൊണ്ട് എത്തപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള കുഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ നോട്ടീസ് കൈപ്പറ്റിയാൽ നേരിട്ട് ഹാജരാകാൻ കഴിയും. വന്ന് കള്ളം പറയുകയാണ്, ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ കൂലിപ്പണി ചെയ്ത് നിൽക്കുകയാണ്, കാരണം കൂലിപ്പണിക്ക് രേഖകളൊന്നുമില്ലല്ലോ, ഞങ്ങളിവിടെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ്, എവിടെയാണ് കൂലിപ്പണി, എന്തെങ്കിലും ഒരു കള്ളം പറയും. അങ്ങനെ കൃത്യമായ നമ്മുടെ ഈ ഒരു കുട്ടികളെ സംരക്ഷിക്കുന്ന രീതി, അതേപോലെ തന്നെ അനാഥരായിട്ടുള്ള വനിതകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം, ഇതെല്ലാം തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ നടക്കമുള്ള കുട്ടികൾ നമ്മുടെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നു, CWCയിലേക്ക് എത്തിപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു ഈ ഒരു കുട്ടികളുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത്തരത്തിലുള്ളത്. ഏകദേശം 17ഓളം കുട്ടികളാണ് അവിടുത്തെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഉള്ളത് എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ മറ്റ് ജില്ലകളിൽ സമാനമായ അവസ്ഥയായിരിക്കുമല്ലോ. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 10 മുതൽ 20 വരെയെങ്കിലും കുട്ടികൾ കാണും. അപ്പോൾ ചെറിയ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഈ കൗമാരപ്രായക്കാർ വരെ ഇവിടെ പഠിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ യാതൊരു തരത്തിലെ മെനക്കേടും ഇവർക്കില്ല, യാതൊരു തരത്തിലെ അധ്വാനവും ഇവർക്ക് വേണ്ടതില്ല. ഈ ഒരു പഴുത് ഉപയോഗിച്ച് CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സമീപിക്കുന്നു. അവർ കുട്ടികളെ കൈമാറുന്നു. ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല എന്ന് പറയുന്നു. കുട്ടികളെ ഏറ്റെടുക്കുന്നു. നമ്മുടെ നിയമപ്രകാരം ഇവർ കുട്ടികളെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സുരക്ഷയും സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ ഒരുങ്ങുന്നു. കുട്ടികൾക്ക് രക്ഷകർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവർ ഇവരെ പോറ്റി വളർത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഇവർക്ക് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ കുട്ടികളെ രേഖാമൂലം ഈ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലുള്ളവരെ രേഖാമൂലം അറിയിച്ചിട്ട് കുട്ടികളെ വന്ന് കാണാം. അങ്ങനെ നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ ഒരു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നത്, ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ നിയമത്തിന്റെ പഴുതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്യ സംസ്ഥാനക്കാർ നമ്മുടെ സർക്കാർ ചെലവിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കണക്ക് വേണം. എത്ര പേരാണ് ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു പഠിക്കുന്നത്, അവർക്ക് എത്ര പേർക്ക് മാതാപിതാക്കളുണ്ട്, ഇപ്പോഴവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് തുടങ്ങി കൃത്യമായിട്ടുള്ള ഒരു കണക്കാണ് ഇവിടെ വേണ്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അത് അത്തരം കണക്കുകളുണ്ടാകും, കാരണം അത് ഓഡിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ കണക്കുണ്ടാകും. മാത്രമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു സർക്കാർ നയമായി സ്വീകരിക്കേണ്ടത്. ഇവർക്ക് സ്വയമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ കുട്ടികളെ ഏറ്റെടുക്കാതിരിക്കുക, മാത്രമല്ല അവരെ കേരളത്തിൽ നിന്ന് പുറത്താക്കുക. അങ്ങനെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ സർക്കാർ അടിയന്തരമായി ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടികളുടെ എണ്ണം കൂട്ടാതെ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരെ കർശനമായ നിയമ നടപടികൾ മൂലം അവരെ തടഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നിയമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുമുതലിനെ, നമ്മുടെ പൊതു ഖജനാവിനെ കൊള്ളയടിക്കുന്ന ഇത്തരമൊരു രീതി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന് സർക്കാർ കർശനമായിട്ടുള്ള ഇടപെടൽ നടത്തിയേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചൂഷണം, നമ്മുടെ ഈ ഒരു നിയമത്തിന്റെ പേരിലുള്ള ഒരു ചൂഷണം വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലും ഒക്കെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. കേരളം ഒരു അനാഥ ശിശുക്കളുടെ ഒരു സംസ്ഥാനമായി മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അത്തരത്തിലാണ് ഈ ഒഴുക്ക്. ഈ ഉത്തരേന്ത്യക്കാർ കൂടി ഇതിന്റെ പഴുത് കൃത്യമായി പഠിച്ചാൽ കുത്തൊഴുക്കാണ് ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ ഇത്തരം അന്യ സംസ്ഥാനത്തുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ടോ, വീടുണ്ടോ, സാമ്പത്തിക സൗകര്യമുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കുട്ടികളെ ഏറ്റെടുക്കാവൂ. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമായി വളരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.